സർ, സ്പെയിനിൽ സ്ഥിതി അതീവ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കടലുകൾ നീന്തിക്കൊണ്ട് മനുഷ്യരെത്തുകയാണ്. സെയൂട്ടയെ സംബന്ധിച്ചിടത്തോളം സെയൂട്ടിൽ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ കടൽ നീന്തി വന്നവരാകുന്നു. എന്നുവെച്ചാൽ അവിടെയുള്ള സാധാരണ പൗരന്മാരെക്കാൾ കൂടുതൽ അവിടെ ഇപ്പോൾ കുടിയേറ്റക്കാരാണെന്ന് സാരം. സ്പെയിനിൽ ഈ നിലയിൽ സ്ഥിതി തുടരുകയാണെങ്കിൽ എന്താകും? സ്പെയിൻ മാത്രമല്ല അതിനെ ബാധിക്കുന്നത്, ഇത് യൂറോപ്യൻ കൺട്രീസിനെ മുഴുവൻ ബാധിക്കുന്ന വലിയ വിഷയമാണിത്. നിസ്സാരമായ കാര്യമല്ലത്. പറഞ്ഞില്ല, അവിടുത്തെ സർക്കാർ കാണിച്ചിരിക്കുന്ന നടപടി പണ്ടും അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ 12 വർഷത്തിന് ശേഷം വീണ്ടും കുടിയേറ്റത്തിനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. ഇപ്രാവശ്യം 12 ലക്ഷം അപേക്ഷകളാണ് അവിടെ വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പൊ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ആളുകളെ, അതായത് നീന്തിക്കേറി വരുന്നവരെ തിരിച്ചയക്കരുത്, അവർക്ക് മാനുഷിക പരിഗണന കൊടുക്കണം. പിന്നെ അവരുടെ അതിർത്തി പേരുകളിൽ ചാടി ആരെങ്കിലും ഒക്കെ കയറി വരികയാണെങ്കിൽ അവരെ മാത്രം സൂക്ഷിച്ചാൽ മതി. നീന്തി വരുന്നവരെ എല്ലാം സംരക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു ഗുരുതരമായ സാഹചര്യമാണെന്ന് നോക്കി. 12 ലക്ഷം അപേക്ഷകൾ നിലവിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് ഈ പെർമിഷൻ വരുന്നത്. അപ്പൊ കോടതിയുടെ ഉത്തരവും ഗവൺമെന്റ് നിലപാടുകളും അനുകൂലമാണെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ആളുകളെ ഇരച്ചു കയറാൻ നോക്കും. ഇരച്ചു കയറുന്നത് മൊറോക്കോയിൽ നിന്നാണ് കയറുന്നത്. ചേർന്ന് കിടക്കുന്ന ആഫ്രിക്കൻ രാജ്യമായ അതിന്റെ ഇതോട് സ്പെയിനോട് ചേർന്ന് കിടക്കുകയാണ്. അവിടെ സ്യൂട്ട വഴിയാണ് അതിന്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്. അതുവഴി ചാടി കയറിയ ആളുകൾ വെച്ചാൽ ഇപ്പം ഔദ്യോഗിക കണക്ക് പ്രകാരം ഏതാണ്ട് 61,000-ഓളം ആളുകളാണ് നീന്തി കയറി വന്നെന്നാണ് പറയുന്നത്. കിലോമീറ്ററുകളോളം നീന്തി കയറി വന്നിരിക്കുകയാണ്. അങ്ങനെ വന്നവരെ ഒന്നും കളയണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്ന് അവരെ അരിച്ചു കയറി. അപ്പൊ സ്യൂട്ട എന്ന് പറയുന്ന ചെറിയൊരു എൻട്രി പോയിന്റ് ആണത്, ചെറിയൊരു സ്ഥലമാണത്. അതുവഴിയാണ് നേരെ അവർക്ക് സ്പെയിനിലേക്ക് കടക്കാവുന്ന മാർഗമാണ് മൊറോക്കോയിലുള്ള ആളുകൾ. അത് നമുക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പോപ്പുലേഷന്റെ കാര്യം അറിയാവുന്നത് പോലെ അവര് 90-95% മുസ്ലിംസ് ആണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. മുസ്ലിം അധിനിവേശമാണ് ഇവിടെ ഇപ്പം യൂറോപ്യൻ കൺട്രീസിൽ നടക്കുന്നതെന്നാണല്ലോ ആരോപണം വന്നിരിക്കുന്നത്. വ്യാപകമായിട്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് ഇവരെല്ലാം ഇരച്ചു കയറുന്നു. അതാണ് ഇപ്പൊ പ്രശ്നം വന്നിരിക്കുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് അവരുടെ നാട്ടിൽ ജീവിക്കാൻ കൊള്ളുന്നില്ല. ഇപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഈ മൊറോക്കോയിലും അതുപോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒന്നും ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ സാമ്പത്തികമായിട്ട് വലിയ അരക്ഷിതാവസ്ഥയാണ്. തൊഴിലില്ല, മതിയായ ഭക്ഷണങ്ങൾ കിട്ടുന്നില്ല. അങ്ങനെ വലിയ അരക്ഷിതമായതുകൊണ്ട് എന്ത് ചെയ്യാം? സമ്പന്നമായ രാജ്യങ്ങളാണല്ലോ ഇതൊക്കെ. യൂറോപ്യൻ യൂണിയനിൽ പെട്ട രാജ്യങ്ങളിലേക്ക് അങ്ങ് കയറുകയാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ അവരുടെ ജീവിക്കാനുള്ള മാർഗം കൊണ്ട് മാർഗം തേടി വരുന്നതായിരിക്കാം. പക്ഷെ താങ്ങാൻ പറ്റേണ്ട ശേഷി വേണ്ടേ? ചൂട്ടയ്ക്ക് അതിനെ താങ്ങാനുള്ള ശേഷിയില്ല. കാരണം അവിടെ ഏതാണ്ട് ഇപ്പൊ അവരുടെ കണക്ക് പ്രകാരം ഏതാണ്ട് 70,000-ഓളമാണ് അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. 70,000-ഓളം ആളുകളാണ് പ്രദേശത്തുള്ളത്. അതിലേക്കാണ് ഈ 60,000-ലധികം ആളുകൾ ആ സ്ഥലത്തേക്ക് കയറി വരുന്നത്. എന്ന് പറഞ്ഞാൽ 70,000 ജനങ്ങൾക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കളും മറ്റു സാധനങ്ങളും മാത്രമേ ആ സ്ഥലത്തുള്ളൂ. അവിടത്തേക്ക് ഒരു 60,000 പേര് വിളിച്ച് കയറി വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി. താമസിക്കാൻ സ്ഥലമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, അങ്ങനെയൊക്കെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാതെ വന്നു. അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു? അവിടെ വലിയ അരക്ഷിതാവസ്ഥ വന്നു കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ഈ വന്നതിൽ കുറച്ചു പേര് തിരിച്ചുപോയി. കാരണം കിടക്കാനും ആഹാരവും ഇല്ലാതെ ഇരച്ചു കയറാൻ നടക്കത്തില്ലല്ലോ. പക്ഷെ കുറച്ചുപേര് നിൽക്കുകയാണ് ഇപ്പോഴും. ഏതാണ്ട് 1000-കണക്കിന് ആളുകൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നാണ് അവിടെ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അവരെ തിരിച്ചയക്കാനും പറ്റുന്നില്ല. നിയമം അനുസരിച്ച് അവരെ തിരിച്ചയക്കാനും പറ്റുന്നില്ല. സുപ്രീം കോടതിയുടെ നിയമം അനുസരിച്ചും സർക്കാരിന്റെ നയം അനുസരിച്ചും അവരെ തിരിച്ചയക്കാനും പറ്റുന്നില്ല. അതാണ് ഇപ്പൊ അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത്. അത് വലിയൊരു ക്രൈസിസിലേക്ക് പോവുകയാണ് ഇതിന്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് സ്പെയിനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട മറ്റ് പല രാജ്യങ്ങളിലേക്കും, അവിടെ ഷെങ്കൻ വിസ നിലനിൽക്കുന്ന സ്ഥലമാണ്, ആ പെർമിറ്റ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് കടന്നു കഴിഞ്ഞാല് ഷെങ്കൻ അവരുടെ വിസ പ്രകാരമാണെന്നുണ്ടെങ്കിൽ മറ്റേത് രാജ്യത്തേക്കും കടന്നു പോകാം. അങ്ങനെയാണ് അവിടെ അങ്ങോട്ട് പോകുന്നതിന് പാസ്പോർട്ട് വേണ്ട, അവരെ ചെക്കിംഗ് ഇല്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങളും ഒന്നും ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ പോയി ഏതെങ്കിലും രാജ്യത്ത്, സമ്പന്നമായ രാജ്യത്ത്, ഇറ്റലിയിലോ അല്ലെ ജർമ്മനിയിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ വേണമെങ്കിൽ സ്ഥിരം പെർമിറ്റ് എടുത്തിട്ട് അവിടെ ജീവിക്കാനും പറ്റും. അപ്പൊ ഒരു കുടിയേറ്റത്തിന്റെ ഒരു വാതായനം വീണ്ടും തുറന്നു വരികയാണ്. മുസ്ലിം കുടിയേറ്റത്തിന്റെ വാതായനങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് അതിക്രമിച്ചു കയറുന്നത്. അതുകൊണ്ടാണ് ഇറ്റലിയിൽ ശക്തമായിട്ട് എതിർക്കുകയാണ്. ഇറ്റലിയിൽ കർശനമായിട്ട് അവിടുത്തെ ഭരണാധികാരി പറഞ്ഞത് കേട്ടില്ലേ? അവര് പറഞ്ഞത് ഇത് ഒരു കാരണവശാലും ഞങ്ങൾക്ക് അനുവദിക്കാൻ പറ്റത്തില്ല.
ഇങ്ങനെ അനുവദിച്ചവരെല്ലാവരും കൂടെ നേരെ സ്പെയിൻ വഴി നേരെ ഇറ്റലിയെ കയറി എന്ത് ചെയ്യും? അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ കയറി ഫിൻലൻഡ് എതിർക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളായി തീരും ഇത്. അപ്പൊ ഈ അധിനിവേശത്തിൽ അവര് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലോ, രണ്ടും കൽപ്പിച്ചുള്ളൊരു വരവാണ് അവർ വരുന്നത്. അത് മാസായിട്ട് ഒരു പ്രത്യേക സമൂഹം തന്നെ കടന്നു വരികയാണ്. അത് യൂറോപ്യൻ യൂണിയന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒരുപാട് അതിന് വീണ്ടും ആക്കം കൂട്ടും. അവിടെ നിലവിലുള്ള ഡെമോഗ്രഫിയിൽ തന്നെ വലിയ വ്യത്യാസം വരുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഭീഷണിയാണ് നിലനിൽക്കുന്നത്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു ഇപ്പോഴും പോന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും ആളുകൾ നിലനിൽക്കുകയാണ്, ആയിരക്കണക്കിന് ആളുകൾ അവിടെ നിലനിൽക്കുകയാണ്. എന്താണ് അതിന്റെ പരിഹാരം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ POKയുടെ സാഹചര്യമായിട്ട് വെച്ച് നമ്മൾ ഇതിനെ വിലയിരുത്തണം. പാക് ഓക്യുപ്പൈഡ് കാശ്മീരില് നമ്മുടെ പറഞ്ഞില്ലേ, നമ്മുടെ ഭാഗമായിരുന്നു, പണ്ട് അവർ പിടിച്ചെടുത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ POK എന്ന് പറയുന്നത്. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വലിയ അരക്ഷിതാവസ്ഥയാണ്. കണ്ടില്ലേ, ഓരോ സ്റ്റേജിലും വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. പക്ഷേ അവിടുത്തെ ജനങ്ങള്, അവിടെയും ഏതാണ്ട് 10-60 ലക്ഷം ആളുകളുണ്ട്, കാശ്മീരികളാണ്. അത് 99% മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുമാണ്. അന്ന് വിഭജന കാലത്ത് പോയതാണല്ലോ, നമ്മുടെ ഇന്ന് മാറി പോയതാണ്. അപ്പൊ അവരിപ്പോഴും കിടന്ന വലിയ പ്രശ്നമാണ് ഇവിടെ. അവര് പറയുന്നത് ഞങ്ങള് ഒറിജിനൽ കാശ്മീരികളാണ്, ഞങ്ങളുടെ പേര് പിതാക്കന്മാരുടെ അവിടെയൊക്കെ വേരുകളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ കിടക്കുകയാണ്, ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകണേ എന്നും പറഞ്ഞിട്ട് അവർ കിടന്ന് നിലവിളിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയോടൊക്കെ നേരിട്ട് റിക്വസ്റ്റാണ് വന്നിരിക്കുന്നത്. അവർ കണ്ടില്ല, അതിർത്തിയിലൊക്കെ വലിയ സംഘടിതമായിട്ട് വന്ന ശേഷം പ്രധാനമന്ത്രിയോട് 2 കൈയൊക്കെ ഉയർത്തി പറയുകയാണ്, ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ മാർഗമില്ല, ഞങ്ങളെ കൂടെ കൊണ്ടുപോകണേന്ന്. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് സംബന്ധിച്ച് വളരെ സൂക്ഷിക്കേണ്ടി വരും. കാരണം ഇത്രയും സമൂഹം ഇത്തരത്തിലുള്ള വലിയ എൻട്രി നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ എന്ത് ചെയ്യും? യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ പല രാജ്യങ്ങളിലേക്ക്, 10-29 രാജ്യങ്ങളിലേക്ക് അത് ചെറിപ്പോകുമെന്ന് പറയാം. നമ്മുടെ നാട്ടിലേക്ക് ഇവരെയൊക്കെ കൊണ്ടുവന്നാലോ? ഇതിനകത്തിലെ ഒറിജിനൽ കാശ്മീരികൾ എത്രയും ഉണ്ടാകും, അല്ലെങ്കിൽ ആ പാരമ്പര്യം പേറുന്നവർ എത്രയും ഉണ്ടാകും, തീവ്രവാദികൾ എത്രയും ഉണ്ടാകും, ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞത്, ഇവരെ സ്ക്രീനിങ് ഇല്ലാതെ നമ്മൾ പെർമിറ്റ് കൊടുത്തിട്ടില്ല, തുറന്നു കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ പശ്ചിമ ബംഗാളിലെ സ്ഥിതി തന്നെയാണ്. പശ്ചിമ ബംഗാളിന്റെ ഈ സാഹചര്യത്തിൽ ഭരണം മാറിയില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവിടെ സംഭവിക്കാൻ പോകുന്നത്? അവിടെ ഭരണമാറ്റവും സംഭവിച്ചു. അതോടൊപ്പം തന്നെ സുവേന്ദു അധികാരി ചെയ്ത ആദ്യത്തെ തീരുമാനം എന്താണ്? അതിർത്തി കംപ്ലീറ്റ് വേലി കെട്ടി അടച്ചു, അല്ലേ? എത്രയോ പെട്ടെന്നാണ്. മമതാ ബാനർജി ഒരു കാലത്തും അനുവാദം കൊടുക്കാതിരുന്നതാണ്. അതിർത്തി വേലികളിൽ അവർക്ക് എല്ലാം തുറന്നിട്ടിരിക്കുകയായിരുന്നല്ലോ. നമ്മുടെ ഇതിനോട് ചേർന്ന് ബംഗ്ലാദേശിനോടും ചേർന്ന് വരുന്ന മാൾട്ട, മറ്റേ ആ ജില്ലകളിലൊക്കെ അവിടെ എല്ലാം തുറന്നു കിടക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിലെ കൂടാണ് ബ്രഹ്മപുത്ര നദി നീന്തി കടന്ന് നമ്മുടെ ഇവിടെ സംഭവിച്ചതുപോലെ, ഈ സ്പെയിനിൽ സംഭവിച്ചതുപോലെ നദി നീന്തി കടന്നിഞ്ഞ് പോരുക. ബംഗ്ലാദേശികളെ മുഴുവൻ എല്ലാം ഇഞ്ഞ് പോരുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇന്ത്യൻ പാസ്പോർട്ടും ഇന്ത്യൻ ആധാറും ഒക്കെ സംഘടിപ്പിച്ച ശേഷം അവർ കേരളം അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് നേരെ വരികയാണ്. ഇവരെല്ലാം തിരിച്ചയക്കണമെന്നൊക്കെ പറഞ്ഞ് എത്രയോ കാലം കൊണ്ടുള്ള പ്രക്ഷോഭമാണ് നടക്കുന്നത്. പക്ഷേ മമത സമ്മതിക്കത്തില്ല. മമതാ ബാനർജി ഇതൊന്നും സമ്മതിക്കത്തില്ല. കാരണം അവരുടെ വോട്ട് ബാങ്ക് ആയിരുന്നുകൊണ്ട് അവരെല്ലാം ശേഖരിച്ചു വെച്ചു. പക്ഷെ ഈ അടുത്ത 15 വർഷം അങ്ങനെയാണല്ലോ അവരുടെ വലിയ ഭരണം നടത്തിയതും അങ്ങനെ തന്നെയാണ്. അപ്പൊ പക്ഷെ BJP സർക്കാർ ഇപ്പൊ അത് പിടിച്ചെടുത്തത് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടതാണ്, നമ്മുടെ രാജ്യവും രക്ഷപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സ്പെയിൻ സമാനമായ ഒരു സാഹചര്യം ഒരുപക്ഷെ ബംഗാളിൽ കൂടെ ഒരുപക്ഷെ ഇന്ത്യയിൽ പോലും സംഭവിക്കാമായിരുന്നു. അപ്പൊ നമ്മുടെ അധികാരികൾ, നമ്മുടെ ഭരണാധികാരി അത്ര ദീർഘവീക്ഷണത്തോടു കൂടിയ കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് സംഭവിച്ചതാണത്. പക്ഷേ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇതൊക്കെ അനുഭവിക്കാനുള്ള തുടക്കമാണെന്നാണ് തോന്നുന്നത്. ഇതിപ്പോ ഇറ്റലി പരസ്യമായിട്ട് പ്രതികരിച്ചു, ഇനി ഓരോരുത്തർ വരുന്നുണ്ട്, ഓരോരോ രാജ്യങ്ങളതിനകത്ത് പ്രതികരിക്കുന്നുണ്ട്. എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം ഇതിന്റെ ഒരു സാഹചര്യം. എന്തായാലും സ്പെയിനിൽ സ്ഥിതി അതീവ രൂക്ഷമാണ്. ഇതൊക്കെ നൽകുന്നത് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിർത്തികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇരു രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ആളുകൾ പലായനം ചെയ്യണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിലവിൽ സ്പെയിൻ അനുഭവിക്കുന്ന അതേ തീവ്രതയിലുള്ള പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ ബംഗ്ലാദേശിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ POKയിലൊക്കെ നടക്കുന്നതും അത്തരം സംഗതികൾ തന്നെയാണ്. സ്പെയിനിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.